ആടാ സണ്ണി, എടാ നീ പറഞ്ഞിട്ടല്ലേ ആ സുധാകരൻ എന്റെ മതിൽ പണി ഞാൻ ഏൽപ്പിച്ചത്? ഭയങ്കര ചതിയായി പോയിട്ടാ. ഇല്ലടാ, അവൻ ഇതേവരെ തീർത്തിട്ടില്ലെന്നേ. അവനൊരു പെണ്ണും കൂടി വന്നിട്ട് ഇവിടെ വന്ന് ഒരു തക്കിട തരികിട പരിപാടിയാണ്. ആ, ഞാൻ എത്ര വട്ടം പറഞ്ഞു നോക്കിയെന്നറിയാമോ? ആ, നാളത്തേക്ക് മാസം 1 നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടവനാ. ആ ആ, അവര് വന്നാണ്ടാ, സുധാകരനൊക്കെ വന്നുണ്ട്. ശരി 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 ശരി. അതിനെന്ന് വെച്ചാൽ അതെ 800 സ്ക്വയർ ഫീറ്റിലിപ്പോ വീടാ പണിയാൻ എന്നെ ഏൽപ്പിച്ചത്. ഞാനിത് പണിത് 2800 സ്ക്വയർ ഫീറ്റ് ആക്കി കൊടുത്ത്. അത്ര ദിവസം നമുക്ക് അവിടെ പണിയാണല്ലോ. പിന്നെ സുധാകരൻ ചേട്ടൻ എന്ത് കിട്ടിയാലും പൊലിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുമല്ലോ. എന്റെ ഒരു പണി ശൈലി അതാണല്ലോ. എന്താ സുധാകരൻ എന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അപ്പൊ നീ മതിൽ കെട്ടണ്ട. എടാ, ഇത് ചൈന വൻമതിലല്ല, എന്റെ വീടിന്റെ ഒരു കുഞ്ഞു മതിലാണ്. ഇത് എത്ര കാലമായി ഇത് ഈ പണി തുടങ്ങിയിട്ട്? അതിലിപ്പോ എന്താ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഇപ്പൊ സമയം എത്രയായി? 9:30 മണിയായി. ഈ നേരത്താണ് നിങ്ങൾ പണിക്ക് വരുന്നത് എന്ന് പറഞ്ഞാ റാണി റെഡി ആയിട്ട് വരണ്ടേ? എന്ത് പറഞ്ഞാലും ഒരു റാണിക്ക് എന്താണ് എന്ത് വരാൻ വേണ്ടി ഇത്ര ബുദ്ധിമുട്ട്? സാറേ, ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ, ബർത്ത്ഡേ. സാറിന് വിഷ് ചെയ്തില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. അവിടെ ബർത്ത്ഡേ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ഇവള് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി, പിന്നെ അമ്പലത്തിൽ നിന്ന് പോയി തിരിച്ച് വീട്ടിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് പണി ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഇവിടെ വന്നപ്പോ ഇച്ചിരി ഇതാ. അത് വലിയ സമയമൊന്നും ആയില്ലല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച നീ ഈ പണി തീർക്കാന്ന് പറഞ്ഞ തിങ്കളാഴ്ച എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? തിങ്കളാഴ്ച അന്ന് റാണിക്ക് എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുവരുന്നു. പറ്റിപ്പോയത്. അപ്പൊ ചൊവ്വാഴ്ച വരാൻ എന്തേ? അതിന് അന്നല്ലേ നീ ആധാർ എടുക്കാൻ പോയി. എനിക്ക് ആധാറൊക്കെ എടുക്കാൻ അവളെ ഒറ്റക്ക് പോയിക്കൂടു. നീ എന്തിനാ കൂടെ പോണത്? അവക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഞാനിവിടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ എങ്ങനെ ഫോട്ടോക്ക് ഇരുന്ന് കൊടുക്കണം, അതിന്റെ ഒക്കെ ഒരു ആധാർ നീയാണല്ലോ അവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ല, സുധാകരൻ ചേട്ടൻ ആദ്യം ആധാർ എടുത്തായിരുന്നു. അപ്പൊ ആ ഒരു ശീലവും പഴക്കവും എനിക്ക് ഉള്ളതുകൊണ്ട് ഞാനിവിടെ കൂടെ ചെന്ന് എന്റെ സുധാകരൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പണി മുന്നോട്ട് നീങ്ങണമെങ്കിൽ റാണി നാളത്തോടെ ഈ പണിക്ക് വരണ്ട. നീ ഒറ്റക്ക് നിന്ന് പണിതാ മതി. നിനക്കുള്ളൊരു ഹെൽപ്പറെ ഞാൻ ഏൽപ്പിച്ചു തന്നേക്കാം. ഞാൻ റെഡിയാക്കി തരാം. എങ്ങനെയാ അപ്പൊ റാണി നാളത്തോടേക്ക് പണിക്ക് വരണ്ട. അയ്യോ, അതെങ്ങനെ ശരിയാവും? അല്ല, സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ നിന്റെ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ എടുത്തേ, ഇറങ്ങ. ഞാൻ പറയുന്ന കേക്ക്, ഇറങ്ങ. അപ്പം റാണി നാളെ തൊട്ട് വേണ്ട. വേണ്ട വേണ്ട. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കോ സാറേ. അല്ലടാ, അല്ല, റാണിനോടാ ഞാൻ പോവാൻ പറഞ്ഞത്. റാണിയില്ല, ഞാൻ നിന്ന് പണിയല്ല. എന്തൊരു കഷ്ടം. അവള് 3-4 വർഷമായിട്ട് എന്റെ കൂടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. സുധാകരൻ, നിനക്ക് ഈ പണി തീർക്കാൻ പറ്റുമോ? നിനക്ക് എന്റെ പൊന്ന് സാറേ, 5 വർഷമായി ഈ റാണി സുധാകരന്റെ കൂടെ കൂടിയിട്ട്. ഈ സുധാകരൻ ചേട്ടന്റെ റേഷ്യോ റാണിക്ക് മാത്രം. അതൊന്നും ഇവിടെ പറയണ്ട, ഒന്നും പറയേണ്ട കാര്യമില്ല. എന്റെ റേഷ്യത്തെ കുറിച്ചൊക്കെ അയാളുടെ അടുത്തൊക്കെ എന്തിനാ പറയുന്നേ? ഒന്നും വേണ്ട. സാറിന് ഇവളും കൂടെ നിർത്തിയിട്ട് പണിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പണിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേറെ ആളെ ഈ പണി തീർക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് തീർച്ചയായും. ഞാനല്ലേ വന്നത്, ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവം ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല സാറേ. തുടങ്ങില്ല സുധാകര, നീ ഇങ്ങനെ ഇനി സമയം കളയുന്നില്ലേടി, കൂട്ടി തുടങ്ങിക്കോ. നമ്മള് ഒരു സ്ഥലത്ത് പണി ഏറ്റു കഴിഞ്ഞാല് എന്തായി അതിൻ്റെതായ ആ സാധനത്തിൽ. ചേട്ടാ, 8ക്ക് 2 ഇട്ട് കൂട്ടട്ടെ. 8ക്ക് 2 വേണ്ട. നമ്മൾ രാവിലെ തന്നെ ചൂടായില്ലേ, 8ക്ക് 8 ഇട്ടു. സിമെന്റ് വാങ്ങിച്ചാവും മുടിയട്ടെ. അത് തന്നെ. ഇച്ചിരി നല്ല അഹങ്കാരം. എടി, ഞാൻ ഈ തൂക്കോട്ടെ അങ്ങോട്ടൊന്നും. തൂക്കോട്ടെ അങ്ങോട്ട് ഇതാകുന്നില്ലല്ലോ ഡി. തൂക്കട്ടെ അടിയില്ലേ. ഞാൻ അങ്ങോട്ട് കാൽ കോല് മേലി കയറി കിടക്കുവാണോന്നൊരു സംശയം. സാരയില്ലേ, ഇവന്റെ മുതലല്ലേ. അയ്യോ അയ്യോ അയ്യോ, എന്നാ പറ്റി? അയ്യോ, കാലിലെന്തോ കയറി. കാലിലെന്തോ മുള്ളു. മുള്ളോ? ഇനി വന്നേ. അയ്യോ അയ്യോ, ചവിട്ടട്ടെ ഇങ്ങ വാ അങ്ങോട്ടേക്ക്. ആണി അതും ഇതൊക്കെ കിടക്കുന്ന സ്ഥലവാ. നോക്കിയും കണ്ടു വേട്ടെ. അവിടെ ഇരുന്നേ. അയ്യോ, ഇവിടെ ഇരിക്കി. എവിടെയത്? നോക്കട്ടെ. അയ്യോ, പതുക്കെ. അയ്യോ, വേദനിക്ക്. അയ്യോ, ബഹളം വെക്കല്ലേ, ഞാൻ എടുക്കാം. നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ. അയ്യോ സോറി, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മൈ മിസ്റ്റേക്ക്. നിങ്ങളുടെ പ്രൈവസിക്കിടയിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. അല്ല, ഇത് നടക്കട്ടെ കാര്യങ്ങൾ. അല്ല സാറേ, ഇത് ഇല്ല. അയ്യോ സാറേ, അതെ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് സുധാകര. എനിക്ക് പറ്റിയത്, ഞാൻ ഈ നേരത്ത് ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അല്ല സാറേ, നിങ്ങളുടെ പ്രൈവസിയാണ്. ഓക്കെ, നടക്കട്ടെ. ഒരു ആണി കയറിയതോട്ടെ, കുഴപ്പമില്ല, വിരോധമില്ല. പോയില്ലേ? പുള്ളി വേറെ എന്തോ തെറ്റിദ്ധരിച്ചു. എന്നാ ഒരു മനസ്സിലായി. നോക്കിയും കണ്ടു നിന്ന് ചെയ്യാതെ. ആ, പണി ചെയ്യുമ്പം സൂക്ഷിക്കണ്ടേ. പഴയ പറമ്പൊക്കെ ഇത്. വേദനിച്ചില്ലല്ലോ അല്ലേ? വേദനിച്ചില്ല. എന്നാ പറ്റി?
പക്ഷെ ഇങ്ങനെ കുനിഞ്ഞൊക്കെ നിവരുമ്പോഴേ ഇപ്പൊ ഭയങ്കര തലവേദനയാ. തലവേദനയോ? കുനിയുമ്പോഴോ? കുനിയുമ്പോ കുനിഞ്ഞ നിവരാൻ വയ്യ എനിക്കിപ്പൊ പണി ചെയ്യാൻ. അതിന് ചെന്നിക്കുത്ത് പറഞ്ഞു സാധനം. ആ ചെന്നിക്കുത്ത് ഇങ്ങനെ പതുക്കെ തടയുന്നു. എന്താ ഈ വെയില് കൊള്ളുമ്പോഴാണ് തോട്ടങ്ങുന്നത്. അയ്യോ പാടില്ലായിരുന്നു. എന്നാ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അല്ല അവക്ക് ചെന്നിക്കുത്ത് വന്നിട്ട് ഞാൻ ഒന്ന് താഴെ. ഒന്നും പറയണ്ട സുധാകര, എല്ലാം എനിക്ക് മനസ്സിലായി. അല്ല സാറേ, എടാ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഏ ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അല്ല അവക്ക് കുഞ്ഞെ ഞാൻ ഇപ്പൊ ചെന്നിക്കുത്ത്. ഇല്ല, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എൻജോയ് 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 ചെയ്തതിനിടക്ക് എന്റെ മതിലിന്റെ കാര്യം കൂടി ഇടക്കൊന്ന് ഓർത്തേക്കണം സുധാകര, പ്ലീസ്. സാറേ ചെന്നിക്കുത്ത് മോളെ മോളിങ് വന്നേ മോളെ. ഏ ഈ കൊച്ചിനെ ഞാൻ വിളിച്ചത്. നിന്നല്ല നീ അങ്ങോട്ട് ചെല്ലി. ഈ കൊച്ചിനെ ഞാൻ വിളിച്ചത്. നോക്ക് വീട്ടില് ഭർത്താവൊന്നുമില്ലേ? ഭർത്താവുണ്ട്. എന്താ പുള്ളിയുടെ പണി? പുള്ളിക്ക് പെയിന്റിങ് മേടിക്കാൻ. പെയിന്റ് ആണെങ്കിലേ ആദ്യം ഇതടി. എടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ല അതെ എന്നാ നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ ഈ കൊച്ചിനോടാ സംസാരിക്കണത്. ഞാനിവിടെ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പം എന്താ? നീ അങ്ങോട്ട് ചെല്ലടാ. നീ പെയിന്റ് പണിക്കാരനാണല്ലോ. പുള്ളിയുടെ നമ്പർ ഒന്നും എനിക്ക് ഈ മതില് ഇത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യാലോ. മതിലിന് പെയിന്റ് അടിക്കാനാണോ? ആണ്. പിന്നെ 9 8 4 6 1 1 1 2 3 4. ഓക്കെ, ഇതാണ് നമ്പർ. ശരി. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാം. പണി കൊടുക്കുവല്ലേ അല്ലേ? ഞാൻ വിളിച്ചോ. നീ വന്നേ. എന്നാ ചോദിച്ചേ? അത് എന്തോ പണിയുടെ കാര്യത്തിന് എന്താ വിളിച്ചതാ? എന്തോ പണിയുടെ കാര്യത്തിന് വേണ്ടിട്ടാ. വേറൊന്നും പറഞ്ഞില്ലേ? വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാനാ? ഓ ആ മറ്റേ ചെറിയ കുലശേഖരം ഇല്ലായിരുന്നോ? ആ ഉണ്ടല്ലോ. ആ ചെറിയ കുലശേഖരം. ഓ ഇങ്ങോട്ട് വന്നേ. കണ്ണിലെന്തോ പോയി. കണ്ണിലെന്തോ പോയി. കണ്ണി പോയി. ആ കരട് ഏതാണ്ട് കിടപ്പുണ്ട്. ശരി, മുലപ്പാല് കിട്ടിയിരുന്നെങ്കിൽ ഒഴിക്കായിരുന്നു. ഇനിയിപ്പോ ഇവിടെ മുലപ്പാല് നിക്ക, അവിടെ ചാരി നിൽക്കും. ഇതുവരെ കഴിഞ്ഞില്ല. ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ല. അല്ല അവിടെ കണ്ണില് സിമിന്റ് പൊടി പോയിട്ട് ഞാൻ പോകുമല്ലോ. എടാ നിങ്ങൾ പണിയാൻ വന്ന പണിയെടുക്കടാ. ഞങ്ങൾ പണിയുന്നുണ്ടല്ലോ. ഇതേ സാധനങ്ങളെല്ലാം കൂട്ടിയാണ്ട് അങ്ങോട്ട് പണി തുടങ്ങാൻ പോവാ. നേരം കാലെ പിടിച്ച് കൈ പിടിച്ചോണ്ടാ പണി നടക്കണത്. അതെന്ന് പറഞ്ഞാൽ അവള് സ്ത്രീയല്ലേ, മേലാഴിക വരുമല്ലോ മനുഷ്യന്. മേലാഴിക വരും. എന്ത് കഷ്ടം. സാറിങ്ങനെ തെറ്റിദ്ധരിച്ച എന്നാ ചെയ്യും സാറേ? ഞാൻ എന്താ തെറ്റിദ്ധരിക്കും? ഞാൻ എന്താ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ലേ ഞാനീ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം അവളുടെ കാലം മുള്ളുകൊണ്ട് അത് ഞാൻ എടുത്ത് കളഞ്ഞു കൊടുത്തു. രണ്ടാമത് നമുക്ക് ചെന്നിക്കുത്ത് വന്നു, ഞാൻ തടി മാറ്റി കൊടുത്തു. ഇപ്പൊ മൂന്നാമത് കണ്ണ് കരടി പോയി. അതങ്ങ് മാറ്റി നിർത്തി ആ പൊടി അങ്ങ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്റെ കൂടെ പണി നമ്മളല്ലേ. എത്ര തവണ ഈ വക കാര്യങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച് ചില ഉത്തരവാദിത്തം എനിക്കുമില്ലേ സാറേ എന്റെ കൂടെ പണിക്ക് വരുന്നവരെ? പിന്നെ അതിനാ ഉത്തരവാദിത്തങ്ങള് സാറ് അങ്ങനെ പറഞ്ഞ് കാട് കയറരുത്. ഞാൻ എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ആണോ? ഏതെല്ലാം വീട്ടിൽ നമ്മൾ പണി ചെയ്തിരിക്കുന്നു. ചേട്ടാ സുധാകരൻ ചേട്ടനെ നിർത്തി നീ പണിയാൻ നോക്കുന്നത്. ചേട്ടൻ വന്ന് വിളിച്ചായിരുന്നു. പേരെന്താ പറഞ്ഞത്? എന്റെ പേര് പുഷ്പൻ. പുഷ്പൻ സാറേ നമ്മുടെ ആളാ അത് കേട്ടോ. എനിക്കറിയാം. നീ നിന്റെ കാര്യം നോക്ക. മതിലിന്റെ പണിക്ക്. പണിയുടെ കാര്യം നിങ്ങൾ പണി തുടങ്ങുന്നേ. വലിയ ഉപകാരം. ഞാൻ വർക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഞാനിപ്പോ പുഷ്പനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. പുഷ്പൻ ഞാൻ പറയുന്നത് അതിൻ്റെതായ ഒരു രീതിയിൽ അർത്ഥത്തിൽ നീ എടുക്കണം. സാർ നമുക്ക് ഒരു 3 ചാക്ക് സിമെന്റിന്റെ. ഞാൻ നിനക്ക് സിമെന്റ് ഒക്കെ കൊണ്ട് തന്നേക്കാം. നീ അവിടെ ചെന്ന് പണിയെന്റെ സുധാകര. അല്ല അതിന്റെ ആവശ്യം വരുമായിരുന്നു. ചിലപ്പോൾ നമ്മൾ പണിയുടെ ഫ്ലോ നഷ്ടപ്പെടും. ഒരു ഫ്ലോ ഇല്ല. നീ അങ്ങോട്ട് പോയി ചെയ്യും. ഇത് നമ്മുടെ സ്വന്തം ആളോ? എനിക്കറിയാം. നമ്മള് വരാം. ഞങ്ങളൊരു കാര്യം പറ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിലെടുക്കണം. അതെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അതെ, ഒരു പളുങ്ക് പാത്രമാണ്. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം. അത് നമ്മളിങ്ങനെ കൈവെള്ളയിൽ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മമായി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയ ഒരു അശ്രദ്ധക്കുറവ് കൊണ്ട് താഴെ വീണാൽ അതൊരു പളുങ്ക് പാത്രം ചിന്നി ചെതറി പൊട്ടി തകർന്നു പോകും. മനസ്സിലാവണ്ടോ? മനസ്സിലായി. ഇവിടെ താങ്കളുടെ ഭാര്യ റാണി പണിയുന്നുണ്ട്, സുധാകരനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീണ് ഉടഞ്ഞു പോയാൽ അത് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം പുട്ടി അടിച്ചിട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഭിത്തി കിടക്കും. നിന്നെ ഞാനിവിടെ വിളിച്ചോ സുധാകര? അല്ല ഞാൻ ഇതൊന്നും ഞങ്ങളൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ കാര്യം നോക്കി നിന്റെ ജോലി ചെല്ല്. എന്റെ സ്വന്തം ആളാണ്. എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാം. ചെല്ല്. മനസ്സിലായി. പളുങ്ക് പാത്രം, ദാമ്പത്യം.
വീണാൽ തകർന്ന് തരിപ്പണമായി പോകും. സാറിന്റെ അടുക്കളയിൽ വിലപിടിപ്പുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. അതെ. എന്റെ ഭാര്യ അത് വന്ന് എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു കളഞ്ഞു. ഇനി എത്ര പൈസ ആണെങ്കിലും ദേ അവിടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾ ആരുടെയും മുതൽ ആഗ്രഹിക്കുന്നവരല്ല, ഞാനും എന്റെ ഭാര്യ. അല്ല ഞാൻ ആ ഒരു സാറിന്റെ എത്ര പൈസ നമുക്കറിയത്തില്ല പാത്രത്തിന്റെ വിലയെന്ന്, പക്ഷെ അത് ഇത്ര എന്ന് വെച്ചാൽ സാർ എടുത്തു. അങ്ങനെയല്ല പുഷ്പ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നതിന്റെ കാര്യ ഗൗരവത്തോടെ നീ അത് മനസ്സിലാക്കുക. നീ അല്ലാതെ നീ 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 അത് ഉൾക്കൊള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. ഇവിടെ അതെ, 1.5 ഇഞ്ചിന്റെ ഒരു 1/2 കിലോ ആണി വേണം. എന്തിനാ എന്റെ നെഞ്ചത്ത് ഇറക്കാനാണോ? അല്ല, ഭിത്തിയിൽ ചുമ്മാ അടിച്ചു വെക്കാല്ലേ, ഭിത്തിക്ക് ഒരു ഉറപ്പാവുമല്ലോ. എടാ, നീ അവിടെ പോയി നിന്റെ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ കാര്യഗൗരവമായ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിച്ചല്ലേ, ഞാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ പറയണമല്ലോ. ഞാനൊരു ചെല്ല്. ഇത് നമ്മുടെ സ്വന്തം ആളാട്ടോ. എനിക്കറിയാതെ ഓ, പണിയെടുക്കുകയുമില്ല. സാറ് പറ സാറ്, സാറ് പറ. വളക്ക് പാത്രം ടെൻഷൻ അതാ. കാര്യഗൗരവത്തോടെ നീ അത് മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കോഴിമുട്ട കോഴിമുട്ട കാണാൻ വളരെ ഭംഗിയാണ്. അത് കഴിച്ചാൽ ഔഷധ ഗുണമാണ്. പക്ഷേ അത് കയ്യിൽ നിന്ന് താഴെ വീണാലോ ഒട്ടഞ്ഞു പോകും. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. സാറ് ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു മുട്ട ഈ പാത്രത്തിൽ ഇരിക്കുമായിരുന്നു. ഈ പളുങ്ക് പാത്രവും ഈ മുട്ടയും താഴെ വീണ് അവള് പൊട്ടിച്ചു. സാറേ, എത്ര പൈസ ആണെങ്കിലും ഈ പറയുന്ന മുട്ടയും മേടിച്ചു തരാം, പാത്രവും മേടിച്ചു തരാം. സാർ അതിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. അവിടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു. ആ 1.5 ഇഞ്ചിന്റെ ആണി കിട്ടുമായിരുന്നെങ്കിലേ നമുക്കത് ചെയ്യായിരുന്നു. പണി അവിടെ മുടങ്ങി കിടക്കുക എപ്പോഴും. സുധാകരൻ ചെല്ല്, സുധാകരൻ ചെല്ല്. അല്ലേ ഓ, ഞങ്ങളൊരു ഇത് ഞാൻ പറഞ്ഞല്ലേ. ഓ, മുട്ടയ്ക്കൊക്കെ വേണ്ടി എന്നെ വിളിച്ചു വരുത്തുന്ന പളുങ്ക് പാത്രവും വിടും. ആണോന്നേ ഒരു സംശയം. ഇപ്പൊ അവൻ പറഞ്ഞില്ലേ 1.5 ഇഞ്ചിന്റെ ആണി. ആണ്. ആ ആണി ഇപ്പൊ എന്റെ അച്ഛന്റെ ഒരു ചിത്രം, ഒരു ഫോട്ടോ, ഇത് ഞാൻ ആ ചുമരിൽ തറയ്ക്കണമെങ്കിൽ, മരിച്ചു പോയതാണ് ആളാണ് എന്റെ അച്ഛൻ, തറയ്ക്കണമെങ്കിൽ ഞാൻ ഉറപ്പുള്ള പ്രതലത്തിലേ തറക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ശക്തമായിട്ട് ആ ആണി അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആ ആണി ഇളകും, ആ ചിത്രം താഴെ വീണും പൊട്ടി തകർന്നു പോകും. അതുപോലെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മനസ്സിലായി. അതായത് അവളിങ്ങനെ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ അവിടെ ഇരുന്ന സാറിന്റെ അച്ഛന്റെ പടം താഴെ വീണ് പൊട്ടി. അത് ഫ്രെയിം ചെയ്ത് തരണം ഒന്നുകൂടെ. അവിടെ ശമ്പളത്തിന് കട്ട് ചെയ്തു. എത്രാന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യും. എന്റെ അച്ഛൻ്റെ എന്റെ വായന വല്ലതും കേൾപ്പിക്കരുത്. ഒരു ശകലം വെള്ളം നമുക്ക് കുടിക്കാനായിട്ട്. എന്താ ഇവിടെ സംഭവിക്കണം അറിയാമോ? ഒന്ന് പറ. ഇത് 3-4 ഇങ്ങനെ സാഹിത്യം പറഞ്ഞു. എന്റെ ഭാര്യ അവനും കൂടി എന്താ ഇവിടെ കിടന്ന് കാണിക്കണമെന്ന് അറിയാമോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാണ് ഇതൊക്കെ. എന്താ എടാ, തെണ്ടിത്തരങ്ങളാ കാണിക്കുന്നത്. കയ്യെ പിടിക്കുന്നു, കാലെ പിടിക്കുന്നു. അവർക്ക് പണിയാനേ നേരമില്ല. അവർക്ക് കൊക്കുരുമാനും സംസാരിക്കാനും മാത്രമേ നേരമുള്ളൂ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഒരു ഭർത്താവല്ലേ? നിന്റെ ഭാര്യയുടെ കുറ്റമാണോ ഞാൻ ഈ പറയുന്നത്? കണ്ടോ? പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ഞാൻ കണ്ടതാണാ? ഇല്ല, അല്ല, ടെൻഷൻ ആവും പറഞ്ഞതല്ല. ചുഴലിൽ തന്നെ ഉള്ള മനുഷ്യനാണ്. സാർ എന്നാ ചെയ്തേ? ഞാൻ ഇവിടെ മതലിന് വൈറ്റ് വാഷ് അടിക്കും. സാർ എന്തോ താങ്ങാൻ പറ്റാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ മരുന്ന് കഴിക്കണ മനുഷ്യനാ. സാർ എന്താ പറഞ്ഞു? എന്നാ പറഞ്ഞത് സാറ്? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞു സാറ്. അല്ലെങ്കിൽ ഇങ്ങനെ വീഴിയല്ല. ആഘാതമുള്ളത് കേട്ടാൽ മാത്രമേ അദ്ദേഹം വീഴുള്ളൂ. അയ്യോ, അതിനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. മതിലിന് വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ സംസാരിച്ചു. ഒരു വൈറ്റ് വാഷിന് ഇങ്ങനെ ബോധം കിട്ട ആള് താഴെ പോവോ? ഇല്ല, ഇല്ല, കുഴപ്പമില്ല. പുഷ്പ, എഴുന്നേക്ക്. വേറെ ഒന്നുമില്ലല്ലോ. എണീറ്റ്. നമ്മൾ സാധാരണക്കാരൻ, നമുക്ക് ഈ സാഹിത്യം പിടിക്കത്തില്ല. കട്ടിയുള്ള സാഹിത്യം നമ്മളോട് പറയരുത്. ഇല്ല, 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 ഇല്ല. നമ്മുടെ ഒരു ചെറിയ വീടാണ്. ഉവ്വ. പാപ്പവും പാലും മേടിക്കുന്നത് ഇവിടെ പൈസയ്ക്കാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്ന വീട്ടില്. പാപ്പവും പാലും കഴിക്കാനായിട്ട് എത്ര കുട്ടികളുണ്ട്? കുട്ടികളില്ല. പിന്നെ ആർക്കാണ് ഈ പാപ്പവും പാലും? എനിക്കാണ്. ഞാൻ വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ കഴിക്കുന്നത് ഇവള് കൊണ്ടുവന്നിട്ടാണ്. ഓഹോ, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇല്ല, എനിക്ക് പറ്റൂല. ഉപദ്രവിക്കരുത്. എനിക്ക് പറ്റൂല. ഞാനൊരു പാവമാണ്. ഇല്ല, കാലിന് സുഖമില്ലാത്ത ആളാണ്. മനസ്സിലായി. വയ്യാതിരിക്കണ മനുഷ്യ. സുധാര, ഒരു കാര്യം പറയണം, പറയണം. വൈകിട്ട് താമസിക്കുവാണെങ്കിൽ ആ ഇടവഴി കൂടെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം. എപ്പോ കൊണ്ടാക്കിയും ചോദിച്ചാ പോരെ?